പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. പുൽക്കൊടിയാമെൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശലോം ടി വിയിലൂടെ കർത്താവിൻ്റെ അടുത്തേക്ക്, കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. 2023 ക്രിസ്തുമസിന് ഒരുക്കമായിട്ട് നമ്മൾ 25 ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, വചനം ധ്യാനിക്കുകയാണ്. കൂടെയുള്ള ആ ദൈവത്തെ നമ്മൾ അടുത്തറിയുകയാണ്. ദൈവം നമ്മോട് കൂടെ. നമ്മളിതിൻ്റെ 5ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ, വിശുദ്ധ ഔസേപ്പ് പിതാവ്, മാലാഖമാരും വിശുദ്ധരും ഒക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർഗത്തിൻ്റെ മുഴുവൻ സഹായം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഈ വചനം ശ്രവിക്കുമ്പോഴും ആരാധന നടത്തുമ്പോഴും ഒക്കെ സ്വർഗത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ ആഴങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. കൂടെയുള്ള ഈ കർത്താവിനെ നമുക്ക് കാണിച്ചു തരുന്നു. ഈശോ, കുഞ്ഞുണ്ണി ഈശോ ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, ജോലി, ശുശ്രൂഷ, പഠനം എല്ലാം നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളെയും ഏറ്റെടുക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഈ ഒരു വലിയ ബോധ്യം നമുക്കുണ്ട്. നമുക്ക് ശക്തി തരേണ്ടത് ഇതാണ്. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ച്, പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ നമ്മൾ ധ്യാനിച്ച് അവസാനിപ്പിച്ച ഒരു കാര്യം, ദൈവം കൂടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ആട്ടിടയന്മാർ, അവർ ആ സുവിശേഷം പ്രഘോഷിക്കാൻ ഇറങ്ങിയത്, അവർ ദൈവത്തെ സ്തുതിച്ചത്, മഹത്വപ്പെടുത്തിയതൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ മുമ്പോട്ട് പോവാണ്. ഈ 5ാമത്തെ ദിവസം ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ആഴത്തിൽ അറിയാൻ പോവാണ്. ആഴത്തിൽ അറിയാൻ നമ്മെ സഹായിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് ഈ സമയം യാചിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനമൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ മുമ്പോട്ട് പോവാണ്. ഒരിക്കൽ കൂടി, റിപ്പീറ്റേഷൻ അല്ല, ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ വായിക്കേണ്ട വചനഭാഗങ്ങൾ: യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കാ സുവിശേഷം 1ഉം 2ഉം അധ്യായങ്ങൾ, മത്തായി സുവിശേഷം 1ഉം 2ഉം അധ്യായങ്ങൾ. ഇങ്ങനെ ഈ 5 ഭാഗങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങൾ വായിക്കുന്നത്. നിങ്ങളത് കൃത്യമായിട്ട് 1-ാമത്തെ ദിവസം മുതൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ 5ാമത്തത് പൂർത്തിയാകുന്നു. നാളെ നമ്മൾ റൗണ്ട് 2, 2ാമത്തെ റൗണ്ട് ആരംഭിക്കുന്നു. കർത്താവിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ്, പ്രത്യേകിച്ച് ഈശോയുടെ ഈ കുഞ്ഞു കാലഘട്ടം, ഈശോയുടെ ചെറുപ്പത്തെക്കുറിച്ച്, ഇൻഫാൻസിയൊക്കെ നമ്മൾ ആഴത്തിൽ അറിഞ്ഞ് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവാണ്. കർത്താവിൻ്റെ വലിയൊരു വാഗ്ദാനത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവാണ്. പ്രത്യേകിച്ച് ഈ മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുന്ന ആ ഒരു വചനഭാഗം, യോസേപ്പ് പിതാവിന് ദർശനം കിട്ടുന്നൊരു വചനഭാഗം ഉണ്ടല്ലോ. സ്വപ്നത്തിൽ കർത്താവ് സംസാരിക്കുന്നത്. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം, നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം നമുക്കൊന്ന് കയ്യിലെടുക്കാം. മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായം. വളരെ ശ്രദ്ധയോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ ഒരു വചന ശുശ്രൂഷ, ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കുന്നത്. ഇന്നൊരു എക്സ്ട്രാ ഓർഡിനറി ശ്രദ്ധ തരേണ്ടതുണ്ട്. കാരണം നമുക്ക് സാധിക്കുമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും വലിയൊരു വാഗ്ദാനത്തെക്കുറിച്ച്, പഴയ നിയമത്തിലൊക്കെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചുള്ള ഒരു വലിയ വാഗ്ദാനം, നമ്മുടെ ഈ ഷാലോം ടി വിയുടെ ഈ ക്രിസ്മസ് എപ്പിസോഡുകളുടെ ഈ ഒരു വലിയ തീം തന്നെ, ദൈവം നമ്മോട് കൂടെ എന്നുള്ള ആ ഒരു തീം തന്നെ നമ്മളിന്ന് വിചിന്തനം ചെയ്യാൻ പോകണം. അതിൻ്റെ ഒരു ആഴം നമ്മളൊന്ന് അറിയാൻ വേണ്ടി പോവാണ്. നമുക്ക് മത്തായി സുവിശേഷം എടുക്കാം. അതിൻ്റെ 1-ാമത്തെ അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കും: അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. യോസേപ്പ് പിതാവിന് സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു ദർശനം കിട്ടുകയാണ്. തുടർന്ന് വായിച്ചേ: എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. 22, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. പ്രവാചകന്റെ കൊട്ടേഷൻ പറഞ്ഞുകൊണ്ട്, യെശയ്യാ പ്രവാചനം 7-ാമത്തെ അധ്യായത്തിലെ കൊട്ടേഷൻ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്വപ്നം കിട്ടുകയാണ്. ദൈവം നമ്മോട് കൂടെ എന്നറിയപ്പെടുന്ന ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ഈശോ എന്ന വാക്ക്, ഈശോ എന്ന പേരിൻ്റെ അർത്ഥം നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ധ്യാനിച്ചിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ പറഞ്ഞു രക്ഷകൻ.
പിന്നീട് നമ്മൾ യോസേപ്പ് പിതാവിനെ കുറിച്ച് ചിന്തിപ്പിച്ചപ്പോൾ പറഞ്ഞു, ഈ യോസേപ്പ് പിതാവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സംസാരിച്ച ഒരേ ഒരു വാക്ക് ഈശോ എന്നാണ്. രക്ഷകൻ, ഈശോ, യേശു. ഇനി നമ്മൾ പരിശുദ്ധ അമ്മ, ആ ജന്മം, ഈ പരിശുദ്ധ അമ്മയ്ക്കും ആ ഒരു ബോധ്യം കിട്ടുന്നത് മാലാഖ വന്ന് പറയുന്നുണ്ട്, ഈശോ എന്ന് പേരിടണമെന്ന് പറയുന്നുണ്ട്, രക്ഷകൻ. ഇന്നലെ നമ്മൾ ധ്യാനിച്ചു ഈ രക്ഷകന്റെ പിറവിയെക്കുറിച്ച് ആട്ടിടയന്മാർ അറിഞ്ഞു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ. അപ്പോൾ ഈശോ എന്ന ആ വാക്ക്, ഈശോ എന്ന ആ പേര്, യേശു എന്ന ആ നാമം, അതിൻ്റെ ഒരു അർത്ഥം ഒക്കെ നമുക്കറിയാം. രക്ഷകൻ, നമ്മളെ സകല അന്ധകാരത്തിൽ നിന്ന്, വേദനയിൽ നിന്ന്, പാപത്തിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കുന്നവൻ, രക്ഷകൻ, നമുക്ക് നിത്യജീവൻ തരുന്നവൻ. ഇനി രണ്ടാമതൊരു വാക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, രണ്ടാമതൊരു പേര്. ഇങ്ങനെ വിളിക്കപ്പെടും. നമുക്കറിയാം സുവിശേഷങ്ങളിൽ എങ്ങും ഈശോയെ ഇമ്മാനുവൽ എന്ന് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവൻ അങ്ങനെ വിളിക്കപ്പെടും എന്നൊരു പ്രവചനം കിടക്കാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോകണം. കാരണം നമ്മൾ ഒത്തിരി വായിച്ചതും ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും, ദൈവം നമ്മോട് കൂടെ എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇതൊരു വെറുതെ ഒരു വാക്കിനൊരു അർത്ഥം തരികയല്ല. നമ്മളെ ആഴത്തിൽ ചിന്തിച്ചാൽ, പരിശുദ്ധാത്മാവിൻ്റെ മടിയിലിരുന്നത് വായിച്ചിട്ടുണ്ട്, നമുക്ക് പിടികിട്ടും. പഴയ നിയമം മുഴുവനും കൂടെ കാച്ചിക്കുറുക്കി നമ്മുടെ കയ്യിലോട്ട് തരികയാണ് ഈ ഒരൊറ്റ പേരിൽ, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ വാഗ്ദാനം, ഏറ്റവും കൂടുതൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിച്ചിട്ടുള്ളൊരു വാഗ്ദാനമാണ് ദൈവം നമ്മോട് കൂടെ കാണും എന്നുള്ള വാഗ്ദാനം. പരിശുദ്ധ ഗ്രന്ഥം ആഴത്തിൽ വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടും. ഇതുപോലെ ആവർത്തിച്ച മറ്റൊരു വാഗ്ദാനമില്ല. നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ പോവാണ്. അത് ചിന്തിക്കുന്ന മുമ്പ് കർത്താവിൻ്റെ ഈ വാഗ്ദാനത്തെക്കുറിച്ച് സങ്കീർത്തനം 119 ഒരു സൂചന കിടപ്പുണ്ട്. നമുക്കറിയാം ഏറ്റവും വലിയ സങ്കീർത്തനമാണ്, പ്രത്യേകിച്ച് വചനത്തെക്കുറിച്ചുള്ള ഏറ്റവും ആഴത്തിലുള്ള ഒരു ടീച്ചിങ് ആണ്, അതിൻ്റെ ബോധ്യങ്ങൾ നൽകുന്ന ഒരു അധ്യായമാണ് സങ്കീർത്തനം 119. 119 സങ്കീർത്തനം, അതിൻ്റെ 49, 50 വാക്യങ്ങൾ. Psalm 119 verses 49 and 50. ഇങ്ങനെ നമ്മൾ വായിക്കും, ഈ ദാസന് നൽകിയ വാഗ്ദാനം ഓർക്കണമേ. ഈ ദാസൻ എന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുന്ന ഏതൊരുവിൻ്റെയും റെപ്രസെൻറ്റേറ്റീവാണ് ഈ ദാസൻ. ഈ ദാസന് നൽകിയ വാഗ്ദാനം ഓർക്കണമേ. കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ആ വാഗ്ദാനം? നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതുവഴിയാണല്ലോ അങ്ങ് എനിക്ക് പ്രത്യാശ നൽകിയെന്ന് വെച്ചാൽ ഈ വാഗ്ദാനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ വാഗ്ദാനം പ്രത്യാശ നൽകുന്നതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വലിയ വാഗ്ദാനത്തെക്കുറിച്ച്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു വാഗ്ദാനത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കർത്താവേ, ഈ ദാസന് അങ്ങ് നൽകിയ ആ വാഗ്ദാനം ഓർക്കണം. ആ വാഗ്ദാനമാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ വലിയൊരു സുവിശേഷം, രക്ഷകൻ നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് വേണ്ടി ജനിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഇട്ടിരിക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം നമുക്ക് പ്രത്യാശ നൽകും. ഇതുപോലെ പ്രത്യാശ നൽകുന്ന മറ്റൊരു വാഗ്ദാനം വിശുദ്ധ ഗ്രന്ഥത്തിലില്ല. ആ വാഗ്ദാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോവാണ്. 50 വാക്യം, അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. സോ രണ്ടാമത്തെ പ്രത്യേകത ഇതാണ്, ആ വാഗ്ദാനം നിനക്ക് ജീവൻ നൽകുന്നു. മരിച്ചു കിടക്കുന്ന അവസ്ഥയൊന്നുമല്ല, പക്ഷെ മരിച്ചതുപോലെ ജീവിക്കുന്ന അവസ്ഥ. ആത്മാവ് സംഘർഷത്തിലാണ്, മനസ്സിടിഞ്ഞിരിക്കുകയാണ്, ശരീരം തളർന്നിരിക്കുകയാണ്, ജീവിതം ഇരുട്ടിലാണ്. പക്ഷെ നിന്നെ ജീവിപ്പിക്കാൻ, അതിജീവിപ്പിക്കാൻ, നിന്നെ എഴുന്നേറ്റോടിക്കാൻ പറ്റുന്ന ഒരു വാഗ്ദാനം, നിന്നെ വീണ്ടും നേരെ നിർത്തുന്ന ഒരു വാഗ്ദാനം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മടിയിലിരുന്ന് പ്രകാശം കിട്ടി നമ്മളതൊന്ന് പഠിക്കാൻ വേണ്ടി പോവാണ്. ദൈവം നമ്മോട് കൂടെ, എമ്മാനുവൽ. അതൊന്ന് ആഴത്തിൽ അറിയാൻ പോവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം നമ്മളിതൊന്ന് കണക്ട് ചെയ്ത് ചിന്തിക്കണേ. ദൈവം കൊടുത്ത ഏറ്റവും വലിയ വാഗ്ദാനങ്ങളൊന്ന്, അത് ആവർത്തിച്ചുള്ള ഒരു വാഗ്ദാനം. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം, അതിൻ്റെ 15-ാം വാക്യം. നമ്മൾ പല സിറ്റുവേഷനുകളിൽ വായിച്ചിട്ടുള്ള കുറേ വചനങ്ങളാണ് അച്ഛനിന്ന് നമ്മളൊരു ചിന്തയ്ക്കായിട്ട് ഒരുമിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. പക്ഷേ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കണക്ട് ചെയ്യാൻ പോവാണ്. ഈ 5-ാം ദിവസം ദൈവം നമ്മോട് കൂടെ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലത്ത് ഇങ്ങനെ ചെതറിക്കിടക്കുന്ന ഈ ഒരു വാഗ്ദാനം, പല സിറ്റുവേഷൻ നമ്മൾ ധ്യാന വിഷയമാക്കിയിട്ടുള്ള ഈ വചനങ്ങളെല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിച്ച് ഒരുമിച്ച് ഒരു ജപമണിയായിട്ട് നമ്മളൊന്ന് എടുക്കാൻ വേണ്ടി പോവാണ്. ഈ വാഗ്ദാനം ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ വാഗ്ദാനം നിനക്ക് പ്രത്യാശ തരുന്നതെന്ന് അറിയണം, അത് നിന്നെ ജീവൻ തരുന്നതെന്ന് അറിയണം, അത് നിന്നെ ആശ്വസിപ്പിക്കുന്നതെന്ന് അറിയണം. ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള വാഗ്ദാനം ഇതാണെന്നും നമ്മളിന്ന് തിരിച്ചറിയാൻ വേണ്ടി പോവാണ്. ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം, അതിൻ്റെ 15-ാം വാക്യം. യാക്കോബിനെ അനുഗ്രഹിക്കുന്ന സമയത്ത് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. ഉൽപ്പത്തി 28:15 നമ്മളിങ്ങനെ വായിക്കും, ഇതാ ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. തുടർന്ന് വായിച്ചേ, നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് വരെ, നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടില്ല. നിന്നെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും, നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റുന്നവരെ ഞാൻ നിന്നെ കൈവിടില്ല. എൻ്റെ തുടക്കം ഇങ്ങനെയാണ്, ഇതാ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഐ ആം വിത്ത് യു. ദൈവം യാക്കോബിന് കൊടുക്കുകയാണ്. യാക്കോബ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ, ഇസ്രായേലിൻ്റെ ചരിത്രം. ഇസ്രായേൽ എന്ന ഒരു വ്യക്തി, ഇസ്രായേൽ എന്നൊരു സമൂഹം. ആ യാക്കോബിനെ വിളിക്കുന്ന സമയത്ത്, അനുഗ്രഹിക്കുന്ന സമയത്ത് കർത്താവ് ഈ സ്വപ്നം കണ്ട യാക്കോബിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. ഗോവണി മുകളിലോട്ട് കയറുന്നു, താഴേക്ക് മാലാഖമാർ ഇറങ്ങുന്നു. ദൈവം അതിൻ്റെ മുകളിൽ നിന്നൊരു സ്വരം, ഇങ്ങനെ ദൈവദൂതൻ സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വരം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഐ ആം വിത്ത് യു.
ദൈവം കൂടെയുണ്ട്, ഇമ്മാനുവൽ. ഇങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ വലിയൊരു വ്യക്തിത്വമായ ഈ യാക്കോബിനെ ദൈവം വിളിച്ച് അനുഗ്രഹിക്കുമ്പോൾ ഞാൻ കൂടെ ഉണ്ടെന്നുള്ളൊരു വാഗ്ദാനം കൊടുക്കുകയാണ്. ഇനി നമുക്കറിയാം ഇവരുടെ ചരിത്രം മുന്നോട്ട് നീങ്ങുന്നു. ജോസഫിനെ കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു. അവർ ഈജിപ്തിൽ താമസം തുടങ്ങുന്നു, ഈജിപ്തിൽ അടിമകളായി മാറുന്നു. അങ്ങനെ അടിമത്തത്തിൽ വിഷമിച്ചിരുന്ന ജനത്തെ രക്ഷിക്കാൻ ദൈവം തീരുമാനിക്കുന്നു. ബൈബിളിലെ ഈ സ്റ്റോറി ലൈൻ മുഴുവനൊന്ന് ചിന്തിച്ചേക്കണം. അങ്ങനെ ആ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരാളെ വിളിക്കുന്നു, നിയോഗിക്കുന്നു, മോശ. പുറപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാം വാക്യം. മോശയെ വിളിച്ച് അനുഗ്രഹിക്കുന്ന സമയത്ത് കർത്താവ് ഈ വാഗ്ദാനം റിപ്പീറ്റ് ചെയ്യാണ്. അവിടെ നരളി ചെയ്തു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഇതൊക്കെ ശ്രദ്ധിക്കണേ. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. യാക്കോബിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ കാണും. ചരിത്രം മുമ്പോട്ട് പോകുമ്പോൾ അടുത്തൊരു സ്റ്റേജിലെത്തുമ്പോൾ ഈജിപ്തിലെ ഈ അടിമത്തത്തിൻ്റെ സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത മോശയോട് കർത്താവ് പറയാണ്, ഐ വിൽ ബി വിത്ത് യു, ഐ ആം വിത്ത് യു, ഇമ്മാനുവൽ, ഞാൻ കൂടെ ഉണ്ടാകും. ഇനി പുസ്തകം മുമ്പോട്ട് മറിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം അവർക്ക് ഈ കൽപ്പന കൊടുക്കുന്ന സമയമാണ്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാം വാക്യം. 24-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കും, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കർത്താവിനെ ഓർത്താൽ, കർത്താവിൻ്റെ നാമം എവിടെയെങ്കിലും വെച്ച് അനുസ്മരിച്ചാൽ കർത്താവ് എന്താ ചെയ്യുക? നമ്മുടെ അടുത്തേക്ക് വരും, കൂട്ടുവരും, കൂടെ വരും, നമ്മുടെ മധ്യ വസിക്കും. വചനെല്ലാം ഓർത്തിരിക്കണം. ഈ ടോക്ക് കഴിയുമ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് പിടികിട്ടും, ഇതിൻ്റെ ഒരു ത്രെഡ് മുഴുവനായിട്ട് പിടികിട്ടും. അപ്പോൾ കർത്താവ് ഇങ്ങനെ പറയാം, നിങ്ങൾ ഓർത്താൽ മതി, നിങ്ങൾ ഓർക്കുന്നിടത്തേക്ക് ആ സമയത്തേക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരും, നിങ്ങളുടെ മധ്യേ ഞാൻ വസിക്കും. ഇനി 25-ാമത്തെ അധ്യായം ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ട് മുമ്പോട്ട് പോണേ. നിങ്ങൾ കേട്ടിരിക്കാൻ മാത്രമല്ല, ബൈബിൾ എടുത്ത് വായിച്ചാൽ ഇത് കുറച്ചും കൂടെ ആഴത്തിൽ നമുക്ക് മനസ്സിലാവും. പുറപ്പാട് പുസ്തകത്തിൽ തന്നെ 25-ാം അധ്യായം എൻ്റെ 8-ാം വാക്യം. കൂടാര നിർമ്മാണത്തെക്കുറിച്ചൊക്കെ സൂചനകൾ കൊടുക്കുമ്പോൾ, ആഹ്വാനം കൊടുക്കുമ്പോൾ കർത്താവ് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് 8-ാമത്തെ വാക്യം, ഞാൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്കൊരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. ഇതൊന്ന് കണക്ട് ചെയ്ത് ചിന്തിച്ചേ. ഞാൻ കൂടെ വരാമെന്ന് കർത്താവ് പറയുന്നു. ഐ വിൽ ബി വിത്ത് യു, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. അത് യാക്കോബിനോടും പറഞ്ഞു, മോശയോടും പറഞ്ഞു. ഇനി അവരോട് കൊടുത്തൊരു കൽപ്പനയാണ്, കൽപ്പനയില്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്, നിങ്ങൾ എന്നെ ഓർത്താൽ, എൻ്റെ നാമം ഓർത്താൽ ആ സ്ഥലത്തേക്ക് ഞാൻ വരാം. 25-ന്റെ 8 ഇങ്ങനെയാണ്, അങ്ങനെ നിങ്ങൾ ഓർക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് താമസിക്കാൻ എന്ത് വേണം? എനിക്കൊരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം. ഇത്രയും കാര്യങ്ങൾ പറയാം. ഇനി നമുക്കറിയാം ഈ പഞ്ചഗ്രന്ഥിയിൽ ഈ കാര്യങ്ങളൊക്കെ ഒത്തിരി ആവർത്തിച്ചു വരുന്നുണ്ട്. സംഖ്യ, ലേവ്യർ പുസ്തകങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ആവർത്തിച്ചു വരുന്നു. മരുഭൂമിയിലെ യാത്രയൊക്കെ, നിയമാവർത്തനത്തിൽ മോശ പഴയ കാര്യങ്ങളൊക്കെ, പഴയ നിയമങ്ങളൊക്കെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നിയമാവർത്തന പുസ്തകത്തിൽ എത്തുമ്പോൾ, അതായത് ഇവർ കാനാൻ ദേശത്തേക്ക് കയറുന്നതിന് മുമ്പ് മോശ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം ഒരു വലിയ ബോധ്യം കർത്താവ് അവർക്ക് കൊടുക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ചേർന്ന് നമുക്ക് വായിക്കാം. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളിലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. വിശാലമായ ഈ മരുഭൂമിയിലൂടെയുള്ള നിങ്ങളുടെ യാത്ര അവിടുന്ന് കാണുന്നു. 40 വർഷം അവരുടെ യാത്ര. അവിടുന്ന് 40 സംവത്സരവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊന്നിനും കുറവുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ യാക്കോബിന് കൊടുത്ത വാഗ്ദാനാണ്, കൂടെ കാണുമെന്ന്. നീ പോകുന്നിടത്തെല്ലാം കൂടെ കാണും. യാക്കോബ്, ഇസ്രായേൽ, ഈ ഇസ്രായേൽ ജനം മരുഭൂമി, ഈജിപ്തിൽ നിന്ന് മരുഭൂമിയിലൂടെ കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നു. 40 വർഷം. മോശ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ 40 വർഷവും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ, അവൻ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ഒന്നിനും കുറവുണ്ടായിട്ടില്ല. ആ ബോധ്യം ആ ജനത്തിന് കിട്ടി. അങ്ങനെ അവർ ഒരു 2 അധ്യായം കഴിയുന്ന സമയത്ത് ഇവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു വിശ്വാസ പ്രമാണം പുറത്തേക്ക് വരുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, 4-ാമത്തെ അധ്യായം, നിയമാവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം, അവരൊരു വലിയ ബോധ്യത്തോടെ പറയാണ്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബോധ്യം അവരുടെ ഉള്ളിലേക്ക് നിറഞ്ഞു. നമ്മൾ സാധാരണ ജനമല്ല, നമുക്ക് ഓർക്കാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ നാമം ഓർത്താൽ ദൈവം നമ്മുടെ അടുത്ത് വസിക്കും. ഇത്ര അടുത്ത് ദൈവമുള്ള മറ്റേത് ശ്രേഷ്ഠ ജനത? ഇന്ന് ഈ ക്രിസ്തുമസ് കാലത്ത് നമുക്ക് അഭിമാനം കൊള്ളേണ്ടതും നമുക്ക് സന്തോഷം തരേണ്ടതും നമുക്ക് പ്രത്യാശ തരേണ്ടതും അതാണ്. ഈ ദൈവം ഇത്ര അടുത്തുള്ള മറ്റേതൊരു ജനതയുണ്ട്? ഈ രക്ഷകനെ ഇത്രയധികം മനസ്സിലാക്കിയ മറ്റേതൊരു ജനതയുണ്ട്? ഇന്ന് ഈ ശുശ്രൂഷ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഓർത്തേ, നമ്മളെല്ലാവരും ഓർക്കേണ്ടതല്ലേ, ഇത്രയധികം ഈശോയെക്കുറിച്ച് അറിയാൻ നമുക്ക് സാധ്യതകൾ കിട്ടിയില്ലേ? നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ നന്ദി പറയണം. ഇസ്രായേൽ ജനത്തിന് അങ്ങനെ ഒരു ബോധ്യം കിട്ടി, കർത്താവ് കൂടെയുണ്ട്. ഇവരുടെ ചരിത്രം മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്കറിയാം, പഞ്ചഗ്രന്ഥി കഴിഞ്ഞിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ചരിത്ര പുസ്തകങ്ങൾ. ജോഷുവ മുതൽ മക്കബായർ വരെ ഇങ്ങനെ കയറി ഇറങ്ങി കിടക്കുന്ന ഒരു ഭാഗമാണ് ചരിത്ര പുസ്തകങ്ങൾ. ഇസ്രായേലിൻ്റെ ചരിത്രം പറയുകയാണ്. അവർ കാനാൻ ദേശത്ത് സെറ്റിൽമെൻറ്റ് ആരംഭിക്കുന്നു, പിന്നീട് ന്യായാധിപന്മാർ, രാജാക്കന്മാർ ഭരിക്കുന്നു, പ്രവാസം, അടിമത്തം ഒക്കെ ഉണ്ടാകുന്നു, പ്രവാചകന്മാർ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇവരുടെ ചരിത്രം ഇങ്ങനെ മുമ്പോട്ട് പോകണം മക്കബായരുടെ കാലം വരെ. ഈ ചരിത്ര പുസ്തകത്തിൻ്റെ തുടക്കം ജോഷുവയുടെ പുസ്തകമാണ്. നമുക്കറിയാം
ജോഷുവയെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയത്ത് കൊടുക്കുന്നൊരു വാഗ്ദാനമുണ്ട്. അത് ശ്രദ്ധിച്ച് വായിക്കണം. ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. നമ്മളിങ്ങനെയാണ് ആ വാഗ്ദാനം വായിക്കുക. നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഐ വിൽ ബി വിത്ത് യു. ഇമ്മാനുവൽ, ദൈവം നമ്മുടെ കൂടെ. ചരിത്രം നീങ്ങുമ്പോൾ, ചരിത്ര പുസ്തകങ്ങൾ ആരംഭിക്കുമ്പോഴും കർത്താവ് ഈ വാഗ്ദാനം ഓർക്കുകയാണ്. സങ്കീർത്തനം 119, 45, 46 വചനങ്ങൾ ഓർക്കണം. ഈ ദാസന് കൊടുത്ത വാഗ്ദാനം എന്ന് വെച്ചാൽ ഇസ്രായേലിന്, ദൈവത്തെ വിശ്വസിക്കുന്ന അന്നത്തെ ജനത്തിനും ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കും കൊടുത്ത വാഗ്ദാനം ഇതാണ്: ഞാൻ നിന്റെ കൂടെ കാണും. മോശയോട് പറഞ്ഞ പോലെ ജോഷുവയോടും പറയാണ്, ഞാൻ നിന്റെ കൂടെ കാണും. 1-ാമത്തെ അധ്യായം 9-ാം വാക്യം കൂടെ വായിച്ചേ. ജോഷുവ 1:9, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ കാണും. പണ്ട് യാക്കോബിനോട് പറഞ്ഞു, നീ പോകുന്നിടത്തെല്ലാം കൂടെ കാണും. ഇതേ ചരിത്രം മറ്റൊരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ജോഷുവയോടും പറയാണ്, നീ പോകുന്നിടത്തെല്ലാം മാനെ നിന്റെ കൂടെ ഞാൻ കാണും. ദൈവം നമ്മോട് കൂടെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആഴത്തിൽ വേരോടുന്ന, ഏറ്റവും കൂടുതൽ ആവർത്തിച്ചുള്ള ഒരു വാഗ്ദാനം. വിശുദ്ധ ഗ്രന്ഥത്തെ ഒരു ത്രെഡിൽ അങ്ങ് എടുത്താൽ ആ ത്രെഡിൻ്റെ പേര് ഇതാണ്: ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. അതാണ് ഈ ഷാലോം ടിവിയോട് ചേർന്ന് നമ്മൾ ഈ 25 ദിവസം ധ്യാനിക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് ഈസ് എ കോർ. ദൈവം നമ്മുടെ കൂടെ. ഇതാണ് ആ സുവിശേഷം. വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തിയ ഒരു വലിയ സുവിശേഷം ഇതാണ്: ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. രക്ഷകനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ആ രക്ഷകൻ ആകാശത്തിൻ്റെ അതിരുകൾക്ക് അവിടെ എവിടെയോ മറഞ്ഞിരിക്കുകയല്ല. ഹീസ് വിത്ത് യു, നിന്റെ കൂടെയുണ്ട്. ഈ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ കാണും. ചരിത്ര പുസ്തകത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ രാജാക്കന്മാരുടെ പുസ്തകം. കാരണം ഇസ്രായേലിൻ്റെ ചരിത്രം മറ്റൊരു ദിശയിലേക്ക് മാറുകയാണ് രാജാക്കന്മാരുടെ ഭരണകാലത്ത്. അപ്പോൾ ദാവീദിന് ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു: നിന്റെ മകൻ ദേവാലയം പണിയും, സോളമൻ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെ. അങ്ങനെ സോളമൻ ദൈവകൽപ്പനയാൽ, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അയാൾ ദേവാലയം പണിയുന്ന സമയത്ത് ഈ 6-ാമത്തെ അധ്യായം, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 6-ാമത്തെ അധ്യായം, ദേവാലയ നിർമ്മാണത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 6-ാമത്തെ അധ്യായം 13-ാം വാക്യം ഇങ്ങനെ നമ്മൾ വായിക്കും: ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും, എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കില്ല. മധ്യേ വസിക്കും എന്ന് വെച്ചാൽ എന്താ? കൂടെ കാണും. ഐ വിൽ ബി വിത്ത് യു. നിങ്ങളുടെ കൂടെ ഞാൻ കാണും, ദേവാലയത്തിൽ കാണും. പുറപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് താമസിക്കാൻ ഒരു വിശുദ്ധ കൂടാരം നിങ്ങൾ റെഡിയാക്കണം. ഇപ്പം സോളമൻ അത് റെഡിയാക്കിയിരിക്കുകയാണ്, ഒരു ദേവാലയം, ദൈവസാന്നിധ്യം. ഇനി ഇസ്രായേൽ ജനത്തിന് ദൈവത്തെ തേടേണ്ടത് എവിടെയാണ്? ഈ ദേവാലയത്തിൽ, ദൈവസാന്നിധ്യത്തിൽ. ചരിത്രം മുമ്പോട്ട് പോകുമ്പോൾ ഇവരെ അസീറിയക്കാർ ആക്രമിക്കുന്നു. പിന്നീട് ബാബിലോൺ പ്രവാസത്തിലേക്കൊക്കെ ഇവർ പോകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവാണ്. ഈ സമയത്തുമൊക്കെ, രാജാക്കന്മാരുടെ സമയത്തായാലും ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ ഏത് ഭാഗത്തായാലും ഇവരെ മുന്നോട്ട് നയിച്ച കുറേ കാര്യങ്ങളുണ്ടാകും. പ്രധാനമായിട്ടും ജ്ഞാനസൂക്തങ്ങൾ, വിസ്ഡം സെയിങ്സ്, പിന്നെ അവരുടെ പ്രാർത്ഥനകളും. നമുക്കറിയാം, ജ്ഞാനത്തിൻ്റെ ഒരു 7 പുസ്തകങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. സങ്കീർത്തനം, സുഭാഷിതം, സഭാപ്രസംഗൻ, ഉത്തമഗീതം, ജ്ഞാനത്തിൻ്റെ പുസ്തകം, ഇങ്ങനെ 7 പുസ്തകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതെന്തായിരുന്നു? ഇസ്രായേൽക്കാർക്ക് ആവശ്യമുള്ള മോറൽ റെസൻസ്, ധാർമ്മിക പാഠങ്ങൾ, അവർക്ക് പ്രാർത്ഥിക്കാൻ അവരെ സഹായിച്ച ചില കാര്യങ്ങൾ, അവരുടെ ഫിലോസഫി, ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് സഭാപ്രസംഗൻ്റെ പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ട്. ജീവിതത്തെക്കുറിച്ച്, സമയത്തെക്കുറിച്ച് ഒക്കെ ഒത്തിരി കാര്യങ്ങൾ. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വാക്കിനെ കുറിച്ച് കാണുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ മുഴുവൻ പ്രാർത്ഥനകളാണ്. അങ്ങനെ ഇവരെ ഈ അവരുടെ അടിമത്തത്തിൻ്റെ കാലത്തായിക്കോട്ടെ, അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാലത്തോ, രാജാക്കന്മാരുടെ ഭരണകാലത്തോ, മറ്റ് രാജ്യങ്ങൾ, സാമ്രാജ്യങ്ങളുടെ ഭരണത്തിൻ്റെ കീഴിലായിരിക്കുമ്പോഴും ഇവരെ മുന്നോട്ട് നയിച്ച ധാർമ്മിക പാഠങ്ങൾ, അവരെ ശക്തി കൊടുത്ത അവരുടെ പ്രാർത്ഥനകളൊക്കെയാണ് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങളിലുള്ളത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകവും ഏറ്റവും വലിയ പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. സങ്കീർത്തന പുസ്തകം 23-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമുക്ക് കാണാപ്പാടെ അറിയാവുന്ന ഒരു വചനമാണ്: കർത്താവാണ് എൻ്റെ ഇടയൻ. 23-4 നമ്മളിങ്ങനെ വായിക്കും: മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല. എന്ന് വെച്ചാൽ എന്താ? ഒരാളുടെ മരണസമയത്തും, ഇസ്രായേൽക്കാരൻ്റെ മാത്രമല്ല, ഒരു വിശ്വാസിയുടെ, കർത്താവിനെ മുറുകെ പിടിക്കുന്ന ഒരുവൻ്റെ മരണസമയത്തും കർത്താവിനെ കൈവിടില്ല, കൂടെ കാണും. ഐ വിൽ ബി വിത്ത് യു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കേണ്ടി വന്നാലും ദൈവം എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. അതവർക്കൊരു വലിയ ബോധ്യമായിരുന്നു. ആ ബോധ്യത്തിൽ നിന്നാണ് സങ്കീർത്തനം 46 അവരിങ്ങനെ പ്രാർത്ഥിക്കുക. 46-ാം സങ്കീർത്തനം നമ്മുടെ POC ബൈബിളിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്: 46-ാം സങ്കീർത്തനത്തിൻ്റെ ദൈവം നമ്മോട് കൂടെ. 46-ാം സങ്കീർത്തനത്തിൽ 2 തവണ, പ്രത്യേകിച്ച് 7-ാമത്തെ വാക്യത്തിലും 11-ാമത്തെ വാക്യത്തിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമുണ്ട്: സൈന്യങ്ങളുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം. എന്ന് വെച്ചാൽ അവരുടെ പ്രാർത്ഥനകളിൽ, അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ, അവരുടെ ഫിലോസഫിയിൽ, അവരുടെ ധാർമ്മിക ചിന്തകളിലെല്ലാം ഒറ്റ ബോധ്യം അവരെ മുന്നോട്ട് നയിച്ചു: ദൈവം, യാക്കോബിൻ്റെ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഹീസ് വിത്ത് അസ്, ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ബൈബിളിലെ ഏറ്റവും അവസാനത്തെ, പഴയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. വലിയ ബൃഹത്തായ ഒരു എഴുത്താണ് പ്രവാചക ഗ്രന്ഥങ്ങൾ. നമുക്കറിയാം 16 പുസ്തകങ്ങളാണ്. 4 വലിയ പ്രവാചകന്മാരും 12 ചെറിയ പ്രവാചകന്മാരും. എഴുത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇങ്ങനെ 2 ഡിവിഷനുണ്ട്. 16 പുസ്തകങ്ങൾ. അപ്പോൾ അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട എഴുത്തുകളിലൊന്നാണ് യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം.
നിങ്ങളിതൊക്കെ കണക്ട് ചെയ്ത് ചിന്തിക്കണം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 8-ാമത്തെ അധ്യായം 10-ാം വാക്യം. അവർ വലിയൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ വിശ്വാസമാണ്. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാം വാക്യം നമ്മളവിടെ ഇങ്ങനെ വായിക്കും: നിങ്ങൾ കൂടി ആലോചിച്ചു കൊള്ളുവിൻ, അത് നിഷ്ഫലമായി തീരും. തീരുമാനമെടുത്തുകൊള്ളുവിൻ, അത് നിലനിൽക്കുകയില്ല. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഗോഡ് ഈസ് വിത്ത് അസ്, ഇമ്മാനുവൽ. ആ ബോധ്യം അവർക്കുണ്ടായിരുന്നു. കാരണം 7-ാമത്തെ അധ്യായത്തിൽ ഈ വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. 7:14 കർത്താവ് തന്നെ നിനക്കൊരു അടയാളം തരും, യുവതി ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. പിന്നീട് മത്തായി സുവിശേഷം 1:23 ഈ വാഗ്ദാനം എടുത്ത് പറയുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ വായിച്ചതാണ്, ദൈവം നമ്മോട് കൂടെ. ആ ബോധ്യം കിട്ടിയ ഇസ്രായേൽ ജനം അടിമത്തത്തിലാണ്, പ്രവാസത്തിലാണ്. പക്ഷെ അവർ പറയുന്ന അവരുടെ ബോധ്യം ഇതാണ്: ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. 41-ാമത്തെ അധ്യായം ഏശയ്യാ 41:10 ഒരു പക്ഷേ ചെറുപ്പം മുതലേ നമ്മൾ ചിലപ്പോൾ കാണാപ്പാടം പഠിച്ച വചനങ്ങളിലൊന്നാണ്. ഏശയ്യാ 41:10 നമ്മളവിടെ ഇങ്ങനെ വായിക്കും: ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ബാക്കി വചനമൊക്കെ നമുക്കറിയാം. ഈ ഒരു ഭാഗം ശ്രദ്ധിക്കണം: ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. കർത്താവ് ഭയത്തിലായിരുന്ന, സങ്കടത്തിലായിരുന്ന, പ്രവാസത്തിൽ ഇരുട്ടിലായിരുന്ന മക്കൾക്ക്, സ്വന്തം ജനത്തിന് കൊടുത്തൊരു ബോധ്യമാണ്: ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഐ ആം വിത്ത് യു, ഇമ്മാനുവൽ. നിങ്ങൾക്കിത് കണക്ട് ചെയ്ത് കിട്ടുന്നുണ്ടോ? എത്രയോ തവണ ആവർത്തിച്ച വാക്ക്. ഇതിൻ്റെ ഒരു ക്ലൈമാറ്റിക് മൊമെൻറ്റിൽ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു അർത്ഥം നമുക്ക് പിടികിട്ടും. പരിശുദ്ധാത്മാവ് നമുക്കത് പറഞ്ഞു തരും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം എടുക്കാവോ? ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ജെറമ്യായെ കർത്താവ് വിളിക്കുന്ന ഒരു സന്ദർഭമാണ്. ജെറമ്യാ 1:8 അവിടെ നമ്മളിങ്ങനെ വായിക്കും. ജെറമ്യായോട് കർത്താവ് പറയാണ്: നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്റെ കൂടെ ഞാനുണ്ട്. ജെറമ്യായെ വിളിക്കുമ്പോൾ, പണ്ട് ജോഷുവയെ, മോശയെ ഒക്കെ വിളിച്ച പോലെ ജെറമ്യായെ ഇന്ന് വലിയൊരു ദൗത്യം ഏൽപ്പിച്ച് വിളിക്കുമ്പോൾ കർത്താവ് പറയാണ്: ഭയപ്പെടേണ്ട, ഐ ആം വിത്ത് യു, ഇമ്മാനുവൽ. 19-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. 1:19 ജെറമ്യാ 1:19 അവർ നിന്നോട് യുദ്ധം ചെയ്യും, എന്നാൽ വിജയിക്കുകയില്ല. നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട്. ഐ ആം വിത്ത് യു. മറ്റൊരു സുന്ദരമായൊരു വചനം, വലിയൊരു വാഗ്ദാനത്തിൻ്റെ വചനമാണ് സെഫാനിയ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ. നമ്മൾ സമയം പോലെ ഈ വചനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വായിച്ചാലും മതി. സെഫാനിയ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 16, 17, 18 വാക്യങ്ങളാണ്. നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പേരിട്ട് വിളിച്ചവൻ നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടരുത്. അനർത്ഥങ്ങൾ ഭയപ്പെടരുത്, മറ്റുള്ളവരെ ഭയപ്പെടരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്താണ് ഈ നമ്മളിപ്പോൾ ഈ ചിന്തിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കണക്ട് ചെയ്തേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. വിശുദ്ധ ഗ്രന്ഥത്തിലെ, പ്രത്യേകിച്ച് പഴയ നിയമത്തിലെ 4 ഡിവിഷൻസ്: പഞ്ചഗ്രന്ഥി, ചരിത്ര പുസ്തകങ്ങൾ, ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങൾ, പ്രവാചക ഗ്രന്ഥം എന്ന് വെച്ചാൽ ഈ 46 പുസ്തകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാഗ്ദാനമാണ്: ദൈവം നിന്റെ കൂടെയുണ്ട്. അത് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദം അനുഭവിച്ചു, ഹവ്വ അനുഭവിച്ചു. അതിങ്ങനെ തുടർച്ചയായിട്ട് അവർ അനുഭവിച്ചുകൊണ്ട്, ദൈവജനം അനുഭവിച്ചുകൊണ്ടിരുന്നു. ദൈവം നമ്മോട് കൂടെ. ശ്രദ്ധിച്ച് നമ്മളിതൊന്ന് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ബോധ്യമുണ്ട്. എന്തിനാണ് ഇന്ന് ഈ ക്രിസ്മസ് കാലത്ത് ഇത് ചിന്തിക്കണേ? ഇമ്മാനുവൽ എന്നൊരു വാക്കിൽ ആരംഭിച്ചതാണ് നമ്മൾ ഇന്നത്തെ ഒരു ചിന്ത. നമ്മുടെ ഈ ഒരു 25 ദിവസത്തെ ചിന്തകൾ മുഴുവൻ പോകാൻ പോകുന്നത് ഈ ഒരു ഇമ്മാനുവലിലാണ്, ദൈവം നമ്മോട് കൂടെ. മത്തായി സുവിശേഷം ആരംഭിക്കുമ്പോൾ യോസേഫ് പിതാവിനോട് ഈ ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്: ദൈവം നമ്മോട് കൂടെ എന്നുള്ള അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. എന്താണ് ഇങ്ങനെ വിളിക്കപ്പെടാൻ കാരണം? ഈ വാക്കിൻ്റെ അർത്ഥം. ഈ പഴയ നിയമം മുഴുവൻ കർത്താവിൻ്റെ വാക്കാണ്. അല്ലേ? കർത്താവിൻ്റെ വാക്ക്. ഈശോ ജനിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മൾ കർത്താവിൻ്റെ മാലാഖ ചെല്ലുന്നുണ്ട് ആ പ്രാർത്ഥന. വചനം, വാക്ക്, കർത്താവിൻ്റെ വാക്ക് മാംസം ധരിച്ച് ഒരു പുൽത്തൊഴുത്തിൽ ജനിച്ചു. ഈശോ ജനിച്ചത് ഒരു കുഞ്ഞു വാവയല്ല, ജനിച്ചത് വാക്കാണ്. പഴയ നിയമത്തിൽ മുഴുവൻ ദൈവം ആവർത്തിച്ച വാക്ക്, ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച ഈ വാഗ്ദാനം: ദൈവം നമ്മോട് കൂടെ. മറിയത്തിൻ്റെ കയ്യിൽ ഈ പിള്ളത്തൊട്ടിയിൽ ഇരിക്കുന്നത് വാക്കാണ്, വചനമാണ്. ദ വേർഡ് മെയ്ഡ് ഫ്ലഷ്. ഈശോ, ദൈവം നമ്മുടെ കൂടെ. മത്തായി സുവിശേഷം ആരംഭിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ്: ദേ ജനനം ഏതോ ഒരു കുഞ്ഞിൻ്റെ അല്ല, ദൈവം നമ്മുടെ കൂടെ എന്ന വാക്ക് മാംസം ധരിച്ച് ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. സുവിശേഷം അവസാനിക്കുമ്പോൾ, മത്തായി സുവിശേഷം അവസാനിക്കുന്നത് ആ വാഗ്ദാനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. മത്തായി 28:20 യുഗാന്ത്യം വരെ ഐ വിൽ ബി വിത്ത് യു, ഇമ്മാനുവൽ. ഈ ദൈവം ആരാണ്? കൂടെയുള്ളൊരു ദൈവം. ഞാൻ പരിചയപ്പെട്ട, ഞാൻ മാമോദീസ സ്വീകരിച്ച് തിരുസഭയിലേക്ക് വന്ന, വിശുദ്ധ ഗ്രന്ഥം എനിക്ക് സാക്ഷ്യപ്പെടുത്തി തന്ന ഈ ദൈവം എൻ്റെ കൂടെ വസിക്കുന്ന ദൈവമാണ്. ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. ഇമ്മാനുവൽ എന്ന ബോധ്യം എനിക്കുണ്ടാവണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ മുന്നോട്ട് നയിക്കേണ്ട വലിയൊരു ശക്തി ഇതാണ്: കർത്താവിൻ്റെ വാഗ്ദാനം, കർത്താവിൻ്റെ വാക്ക് മാംസം ധരിച്ച് നമ്മുടെ മുമ്പിൽ ഈശോ. ഈ ക്രിസ്തുമസിന് നമ്മൾ തിരിച്ചറിയേണ്ട ബോധ്യം ഇതാണ്: പുൽത്തൊഴുത്തിൽ നമ്മൾ ഒരുക്കിയ പള്ളിയിലെയോ നമ്മുടെ വീട്ടിലെയോ ഒരു റെപ്ലിക്ക, ഒരു പുൽക്കൂട്ടിൽ കിടക്കുന്നത് ചുമ്മാ ഒരു ഓർമ്മപ്പെടുത്തലല്ല, വാഗ്ദാനമാണ്. ദ പ്രോമിസ്.
കർത്താവേ, അങ്ങയുടെ ദാസനോട് ചെയ്ത വാഗ്ദാനം ഓർക്കണമേ. അതെനിക്ക് പ്രത്യാശ നൽകുന്നു, അതെനിക്ക് ജീവൻ നൽകുന്നു, അതെനിക്ക് ആശ്വാസം നൽകുന്നു. നിങ്ങളെ ജീവിപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, പ്രത്യാശ നൽകുന്ന വാഗ്ദാനം. ഗോഡ് ഈസ് വിത്ത് യു. ദൈവം നിന്റെ കൂടെയുണ്ട്. ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന കുഞ്ഞെ, നിന്നെ ശക്തിപ്പെടുത്തേണ്ട, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാം ശക്തിപ്പെടുത്തേണ്ട ഒരു വാഗ്ദാനമാണത്. ദൈവം കൊടുത്ത വാഗ്ദാനം. ഞാൻ നിങ്ങളുടെ കൂടെ കാണും, ഐ വിൽ ബി വിത്ത് യു. ശ്രദ്ധിച്ചേ, നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ കർത്താവ് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ എന്നെ ഓർത്താൽ മതി, എൻ്റെ നാമം ഓർക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം, നിങ്ങളുടെ മധ്യ വസിക്കാം. മത്തായി സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ഈശോ തന്നെ പറയുന്നുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യ ഞാനുണ്ട്. പ്രൂവ് ചെയ്യാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് 20:8 പറഞ്ഞ ആ ദൈവം ഞാൻ തന്നെയാണെന്ന് ഈശോ പറയാണ്. നിങ്ങൾ ഓർക്ക്, ഞാൻ നിങ്ങളുടെ അടുത്ത് വരാം. 25-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ഇടയിൽ വസിക്കാൻ എനിക്കൊരു വിശുദ്ധ കൂടാരം വേണം. സോളമൻ ദേവാലയം പണിതു, ആ ദേവാലയം തകർക്കപ്പെട്ടു. ഈശോയും പറയുന്നുണ്ട്, ഈ ദേവാലയം നിങ്ങളാക്ക്, ഇതെല്ലാം തകർക്കും, ഇതെല്ലാം തകർക്കപ്പെടും. ശരിക്കുള്ള ദേവാലയത്തെക്കുറിച്ചൊക്കെ പൗലോസ്ലീഹ നമുക്കൊരു ബോധ്യം തരുന്നുണ്ട്. നമ്മുടെ ശരീരം കർത്താവിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ ആലയം. അങ്ങനെയാണെങ്കിൽ ഒരു ശരീരം കർത്താവിൻ്റെ ഇടമാകണം, കർത്താവിന് വസിക്കാനുള്ള കൂടാരമാകണം. അങ്ങനെ വചനം മാംസമായി ഭൂമിയിലേക്ക് അവതരിച്ചപ്പോൾ ആ വചനം മാംസമാകാൻ, താമസിക്കാൻ ഒരു കൂടാരം സ്വർഗം അന്വേഷിച്ചു. ആ വിശുദ്ധ കൂടാരമാണ് പരിശുദ്ധ കന്യകാ മറിയം. ആ കൂടാരത്തിലാണ് ഈ വചനം മാംസം ധരിച്ച് ജീവിതം തുടങ്ങിയത്, താവളമടിച്ചത്. അവിടെ നിന്നാണ് ആ വചനം പുറത്തേക്ക് വന്നത്. ആ വചനമാണ് ജീവിക്കുന്ന കർത്താവ്, ദൈവം നമ്മുടെ കൂടെ. ആ ദൈവമാണ് ഇന്ന് വിശുദ്ധ കുർബാനയിൽ, ആരാധനയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മോട് കൂടെ. ഇനി ആ വിശുദ്ധ കൂടാരം നമ്മളാവണം. ഈ ക്രിസ്തുമസിന് നമ്മൾ ഒത്തിരി പുണ്യപ്രവർത്തികളും നന്മകളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ടാസ്ക് ഇതാണ്, ദാറ്റ് വി ബിക്കം ഇമ്മാനുവൽ. ദൈവം നമ്മോട് കൂടെ എന്ന് പറഞ്ഞ് ശരീരത്തിൽ വസിക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ഇന്ന് നമ്മുടെ ശരീരമാണ് ദേവാലയമായിട്ട് മാറേണ്ടത്. പുൽത്തൊഴുത്തിൽ കടക്കേണ്ട വിശുദ്ധി നമ്മുടെ ജീവിതമാണ്. കർത്താവ് കാണേണ്ടത്, മാലാഖ ഇറങ്ങി വന്ന് കാണേണ്ടത് നമ്മുടെ ജീവിത വിശുദ്ധിയാണ്. ഈശോ ആഗ്രഹിക്കുന്നത് ഇതാണ്, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാവുക. നിന്റെ ഉള്ളിൽ ഈശോ വസിക്കുക. നിന്നെ കാണുന്നവർക്ക് ക്രിസ്തുമസായി മാറുക. യു ബിക്കം എ ക്രിസ്തുമസ് സ്റ്റാർ. ചുമ്മാ കത്തി നിൽക്കുന്ന സ്റ്റാർ അല്ല. നിന്നെ കാണുന്നവൻ പുൽക്കൂട് കണ്ട് അവസാനിക്കുകയല്ല. നിന്നെ കാണുന്നവൻ സുവിശേഷം അറിയണം. നിന്നെ കാണുന്നവനെ വാഗ്ദാനം ഓർക്കണം. ദൈവം നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ടടാ എന്ന് പറയാൻ നമ്മുടെ ജീവിതം കൊണ്ട് പറ്റണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന് നമുക്ക് സാധിക്കട്ടെ. ഈ വരുന്ന ദിവസങ്ങളൊക്കെ നിങ്ങൾ ആഴത്തിൽ പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക, വിശുദ്ധ ഗ്രന്ഥം വായിക്കുക, കർത്താവിൻ്റെ അടുത്തിരിക്കുക, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥമൊക്കെ തേടി പ്രാർത്ഥിക്കുക. വിശുദ്ധ ദേവസ്വ പിതാവിൻ്റെ ഈ തിരുക്കുടുംബത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുക. ഇന്ന് 5-ാം ദിവസം ചെയ്യാനുള്ള വലിയൊരു കുഞ്ഞ് ടാസ്ക്, പ്രാർത്ഥിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു ടാസ്ക്. നമ്മളിപ്പോൾ ഈ വാഗ്ദാനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചല്ലോ. ദൈവം നമ്മുടെ കൂടെ. നമ്മളിപ്പോൾ ഈ വായിച്ച വചനങ്ങളിൽ ഒരു 3 നിങ്ങൾ സെലക്ട് ചെയ്യുക. 3 വാഗ്ദാനങ്ങൾ സെലക്ട് ചെയ്യുക, 3 വചനങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്ക്, ഇല്ലെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് കോൺടാക്റ്റിൽ, നിങ്ങളുടെ ഫോൺ കോൺടാക്റ്റിലുള്ള എല്ലാവർക്കും ആ 3 വചനങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ യാക്കോബിന് കൊടുത്തതോ, മോശയ്ക്ക് കൊടുത്തോ, ജോഷയ്ക്ക് കൊടുത്തോ, ഒരു 3 വാഗ്ദാനങ്ങൾ, 3 വചനങ്ങൾ നിങ്ങളൊന്ന് പഠിക്കണം. അതൊന്ന് നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള എല്ലാവർക്കും അയച്ചു കൊടുക്കുക. എവിടെയെങ്കിലും ഒരു ഇരുട്ടിലുള്ള ഒരാൾക്ക് അതൊരു ഉറപ്പാവട്ടെ, ദൈവം ഇപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്ന്. ആ സുവിശേഷത്തെ നമുക്ക് പങ്കാളികളാകാം. പ്രാർത്ഥനയുണ്ട്, നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. കൂടെ വസിക്കുന്ന ദൈവം എന്നും കൂടെയുണ്ടെന്ന് വാഗ്ദാനം ചെയ്ത ദൈവത്തെ നമ്മൾ കാണാൻ പോവാണ്. അവിടുത്തെ നമ്മൾ ആരാധിക്കാൻ പോവാണ്. ഈശോ നമ്മളെല്ലാവരെയും ഈ ആരാധന സമയത്തും തുടർന്നുള്ള ശുശ്രൂഷകൾ ദിവസങ്ങളിലൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛനെ ഓർക്കണേ എന്ന് അഭ്യർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്തു ഞാൻ ചെയ്തിടുമെന്നാഥനെ നിൻ കാരുണ്യമൂർത്തിയിടുമ്പോ, എത്ര സ്തുതിച്ചാലും മതിയാവില്ല നിൻ കൃപകൾ ഓർത്തിയിടുമ്പോ. എന്തു പറഞ്ഞാലും തീർന്നിടില്ല നിൻ നന്മകളോർത്തിടുമ്പോ, എത്ര വർണ്ണിച്ചാലും മതിയാവില്ല ദൈവം നമ്മോട് കൂടെ.
ആരാധന 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 നിനക്ക് ആരാധന 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 നിനക്ക് ആരാധന. ഈശോയെ, ഒരിക്കൽ കൂടെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചതിന്, അങ്ങേ ആരാധിക്കാൻ സാധിച്ചതിന് ഞങ്ങൾ നന്ദി പറയാം. ഞങ്ങളുടെ കൂടെ അങ്ങുണ്ട്. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ഈ തിരുസാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയാം. കർത്താവേ, എല്ലാ കൃപകൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഏറെ പ്രത്യേകമായി അങ്ങയുടെ ഈ തിരുസാന്നിധ്യത്തിനും ഞങ്ങൾ നന്ദി പറയാം. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരം, മനസ്സ്, ആത്മാവ് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ തമ്പുരാനെ അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ നന്ദി പറയുന്നു. പാടാം, പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, ആരാധന നിനക്ക് ആരാധന. ഈശോയെ, ആരാധന നിനക്ക് ആരാധന. ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചേ. ആരാധന നാഥ ആരാധന. ഈശോ, ആരാധന നാഥ ആരാധന. കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ആരാധന ഈശോയെ, ആരാധന തിരുസാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ആരാധന അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ. ആരാധന നാഥ ആരാധന. കൂടെ വസിക്കുന്ന, കൂടെ നടക്കുന്ന ദൈവമേ, ആരാധന നാഥ ആരാധന, അങ്ങേക്ക് ആരാധന. നന്ദിയേകം ദൈവമേ, നന്ദി ദൈവമേ. ഓ ഈശോയെ, നന്ദിയേകം ദൈവമേ, നന്ദി ദൈവമേ. ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. നന്ദിയേകാം ദൈവമേ, നന്ദി ദൈവമേ. നന്ദിയേകാം ദൈവമേ, നന്ദി ദൈവമേ. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടി പിടിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. ഏകം ദൈവമേ, നന്ദി ദൈവമേ. നന്ദിയേകം ദൈവമേ, നന്ദി ദൈവമേ. ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. നന്ദിയേകാം ദൈവമേ, നന്ദി ദൈവമേ. നന്ദിയേകാം ദൈവമേ, നന്ദി ദൈവമേ. സ്നേഹം നൽകണേ ദൈവമേ, സ്നേഹം നൽകണേ. പ്രാർത്ഥിച്ചേ. സ്നേഹം നൽകണേ ദൈവമേ, സ്നേഹം നൽകണേ. സ്നേഹം നൽകണേ ദൈവമേ, സ്നേഹം നൽകണേ. സ്നേഹം നൽകണേ ദൈവമേ, സ്നേഹം നൽകണേ. ഈശോയെ, സ്നേഹം, സമാധാനം, ശാന്തി എല്ലാം അങ്ങാണ് നൽകുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ കാലമത്രയും ഞങ്ങളെ കൈപിടിച്ചതും സ്നേഹം തന്നതും ചേർത്ത് പിടിച്ചതും ശാന്തമാക്കിയതും സമാധാനം തന്നതും കൃപയിൽ വളർത്തി വലുതാക്കിയതും അങ്ങാണ്. ദാവീദിനോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുകയാണ്. നന്ദി പറയാണ്. കർത്താവേ, അങ്ങയുടെ സ്നേഹം എന്നെ വലിയവനാക്കി. അങ്ങയുടെ സ്നേഹം എന്നെ കൈപിടിച്ച് നടത്തി. 1 ദിനവൃത്താന്തം 17-ാം അധ്യായം നാഥാന്റെ പ്രവചനം കേട്ട് നാഥാൻ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവം നിന്റെ കൂടെയുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു കൊള്ളുക. ഈ ക്രിസ്തുമസ് കാലത്ത് ആ വലിയ വാഗ്ദാനം ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട്. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തി, വഴി നടത്തി, വെളിച്ചം നൽകി, ഇത്ര വലുതാക്കി, ഇത്ര സ്നേഹിച്ചു, ഇത്രമാത്രം മുൻപോട്ട് നടത്തി. ഇതുവരെ എത്തിച്ചത് നീയാണ്, കൈപിടിച്ചത് നീയാണ്, വെളിച്ചം തന്നത് നീയാണ്, സ്നേഹം തന്നതും ശാന്തി നൽകിയതും സമാധാനത്തിലൂടെ നയിച്ചതും കർത്താവേ നീ മാത്രമാണ്. ഞാൻ ഇതുവരെ എത്തിയത്, എൻ്റെ കുടുംബം ഇത്രയും ആയത്, ഈ ദാരിദ്ര്യത്തിലും വേദനയിലും എനിക്ക് മുന്നോട്ട് നടക്കാൻ സാധിച്ചത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് അങ്ങയുടെ കൃപയാലാണ്. നന്ദി നിറഞ്ഞ് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ, നന്ദി പറയുന്നു. ഇതുവരെ വളർത്തിയതിന്, ചേർത്ത് പിടിച്ചതിന്, കരം പിടിച്ചതിന്, എൻ്റെ കാൽസ്പർശം ഈ ഭൂമിയിൽ തൊട്ട ആ സമയം മുതൽ
ഈ ഇമ്മാനുവൽ അനുഭവം ഞാൻ അനുഭവിക്കുകയാണ്. ദൈവം എൻ്റെ കൂടെ ഓരോ പാതയിലും വഴിതെറ്റാതെ, കാലിടറാതെ, കാലിലൊരു മുള്ളുകൊള്ളാതെ ഞാൻ ഇതുവരെ എത്തിയത് അവൻ്റെ കൃപയാലാണ്. പൗലോസ് ശ്ലീഹായോട് ചേർന്ന് തിരുസാന്നിധ്യത്തെ ആരാധിച്ച് നമ്മളത് പറയണം. ഞാൻ എന്തായിരിക്കുന്നുവോ അങ്ങയുടെ കൃപയാണ്. എൻ്റെ കഴിവല്ല, എൻ്റെ ഒരുക്കങ്ങളല്ല, എൻ്റെ പ്രയത്നങ്ങളല്ല, എൻ്റെ ചിന്താരീതികളല്ല, എൻ്റെ മാനേജ്മെൻ്റ് അല്ല, എനിക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ല. എല്ലാം നിൻ്റെ കൃപയാണ്. യുവർ ഗ്രേസ്. കർത്താവേ, നന്ദി പറയുന്നു. ഞാൻ എന്തായിരിക്കുന്നുവോ, എൻ്റെ കുടുംബം എന്തായിരിക്കുന്നുവോ, എൻ്റെ സ്റ്റാറ്റസ് എന്തായിരിക്കുന്നുവോ, എല്ലാം അങ്ങയുടെ കൃപയാലാണ്. പ്രാർത്ഥിക്കാം. ഞാനിതുവരെ എത്തുവാൻ ഈശോയെ, നീ മാത്രമൻ ദൈവമേ. ഞാനിതുവരെ എത്തുവാൻ ഈശോയെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചേ. നീ മാത്രമൻ യേശുവേ. കഴിവല്ല, നിൻ കൃപയാ, നിന്റെ കൃപയാണ് കർത്താവേ. ബലമല്ല, നിൻ ദയയാണേ. അങ്ങ് സ്വർഗം തുറന്ന് ദയയും കൃപയും കരുണയും ചൊരിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയും എത്തില്ല. ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കൃപയാണേ, നിന്റെ അനുഗ്രഹമാണേ. നമുക്ക് പാടാം. കഴിവല്ല, നിന്റെ കൃപയാണ്. ബലമല്ല, നിന്റെ ദയയാണ്. പാടിക്കേ. നിൻ കൃപയാണ് ഈശോയെ. ബലമല്ല, നിൻ ദയയാണ്. ഒരിക്കൽ കൂടി ആ വിശ്വാസം ഒന്ന് ഏറ്റുപറഞ്ഞേ. ഞാനിതുവരെ എത്തുവാൻ നീ മാത്രമൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തിയത് ഈശോയെ നീ ഒരാൾ മാത്രം സഹായിച്ചത് കൊണ്ടാണ്. പ്രാർത്ഥിക്കുക. ഞങ്ങളിതുവരെ എത്തുവാൻ നീ മാത്രമൻ ദൈവമേ. ഈശോയെ, ഞാൻ എന്തായിരിക്കുന്നുവോ അങ്ങയുടെ കൃപയാണ്. അങ്ങ് കൂടെ നടന്നത് കൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് എനിക്ക് നടക്കാൻ സാധിക്കുന്നത്. ഈശോയെ, ഇമ്മാനുവൽ ദൈവമേ, കൂടെ നടക്കുന്ന ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയാൻ. ക്രിസ്തുമസിന് വേണ്ടി ഞാൻ ഒരുമിച്ച് അങ്ങയുടെ തിരുസഭയോട് ചേർന്ന് ഒരുങ്ങുന്ന ഈ 5-ാമത്തെ ദിവസം കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് തന്ന ആഴത്തിലുള്ള ബോധ്യമാണ്, ദൈവം സത്യമായും എൻ്റെ കൂടെ. ഇമ്മാനുവൽ, ഇമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. അതൊരു വാക്കല്ല, അതൊരു വാഗ്ദാനമാണ്. സങ്കീർത്തനം 119, 49, 50 വാക്യങ്ങൾ കർത്താവേ അങ്ങയുടെ ദാസൻ അങ്ങ് നൽകിയ ആ വാഗ്ദാനം ഓർക്കണമേ. ആ വാഗ്ദാനം എനിക്ക് ആശ്വാസം നൽകുന്നു. ആ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു. ആ വാഗ്ദാനം, ദാറ്റ് പ്രോമിസ്, എനിക്ക് പ്രത്യാശ നൽകുന്നു, എനിക്ക് ഉന്മേഷം നൽകുന്നു. ആ വാഗ്ദാനം ഇതാണ്, ദൈവം നമ്മുടെ കൂടെ. പ്രിയപ്പെട്ട സൗരങ്ങളെ, ഈശോയുടെ ആ സാന്നിധ്യം നിങ്ങൾ ഈ സമയം തിരിച്ചറിയുക. ആ വാക്കുകളെല്ലാം അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ജീവനുള്ള കർത്താവ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. കഴിഞ്ഞ 4-5 ദിവസങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് ആ കൂടെ നടക്കുന്ന കർത്താവിനെ. ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലെ ആഴങ്ങളിലൂടെ നമ്മൾ ഒന്ന് കണ്ണോടിച്ചു പോകുമ്പോൾ കർത്താവ് നമുക്ക് തന്ന ബോധ്യം അതാണ്. എൻ്റെ ദാസന് നമുക്ക് കർത്താവ് തന്ന വാഗ്ദാനം ഇതാണ്, ഞാൻ കൂടെ കാണും. ഐ വിൽ ബി വിത്ത് യു. ഏദൻ തോട്ടത്തിലേക്ക് പെട്ടെന്നൊന്ന് കണ്ണോടിച്ച കർത്താവ് 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിൽ എല്ലാം നല്ലതെന്ന് പറയുമ്പോൾ ഒരു തവണ ഇങ്ങനെ പറയുന്നുണ്ട്, നല്ലതല്ല. എന്താണത്? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അവന് ചേർന്ന് ഇണയെ നൽകുമെന്നൊക്കെ പറയുമ്പോഴും മനുഷ്യന് ആനന്ദം നൽകുന്ന ഏറ്റവും വലിയ സൗഹൃദം, ഏറ്റവും വലിയ സ്നേഹം, ചേർന്ന ഇണ, അത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് ദൈവം കൂട്ട് നടക്കാൻ തീരുമാനിച്ചു. ആദത്തിന്റെ കൂടെ നടന്നു, ഹവ്വായുടെ കൂടെ നടന്നു, ഏദനിലൂടെ അവരുടെ കൂടെ നടന്നു. ആ ദൈവം അവരുടെ കൂടെ യാത്ര ചെയ്തതിൻ്റെ ആ ഒരു യാത്രയുടെ വിവരണമാണ് വിശുദ്ധ ഗ്രന്ഥം. ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് യാക്കോബിന് കൊടുത്ത വാഗ്ദാനം. ഉൽപ്പത്തി 28:15, യാക്കോബേ, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ കാണും, നിന്നോട് പറഞ്ഞതെല്ലാം പൂർത്തിയാക്കുന്നവരെ നിന്നെ ഞാൻ കൈവിടില്ല. കണ്ടു തുറന്ന് ഈശോ ഒരിക്കൽ കൂടി കാണും.
ആ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കണം. ഈ പ്രാർത്ഥനയുടെ സമയത്ത്, ഈ ആരാധനയുടെ സമയത്ത് നടക്കണം. യാക്കോബിനെ പേര് ചൊല്ലി വിളിച്ച ദൈവം നിന്നോട് പറയുകയാണ്. ബാറൂക്കിന്റെ പുസ്തകം 4:30 നമ്മൾ വായിക്കുന്നുണ്ട്, നിന്നെ പേരിട്ടവൻ നിന്നെ ആശ്വസിപ്പിക്കും. The one who has named you is going to console you. നിനക്ക് സമാധാനവും ശാന്തിയും നൽകുന്നത് നിന്നെ പേരിട്ടവനാണ്. നിന്റെ പേര് ചൊല്ലി വിളിച്ചവൻ, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ നിനക്ക് രൂപം തന്നവൻ, നിന്നെ കണ്ടവൻ. സങ്കീർത്തനം 139, നീ ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും ഒരു ചിന്ത നിന്റെ ഉള്ളിലേക്ക് വരുന്നതിന് മുമ്പേ അറിയുന്നത് നിന്റെ കർത്താവാണ്. സങ്കീർത്തനത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അമ്മയുടെ കയ്യിലേക്ക് ഞാൻ പിറന്നു വീഴുന്നതിന് മുമ്പേ, അപ്പാ ദൈവമേ നീ എന്നെ അറിഞ്ഞിരുന്നു. നിന്നെ ഉള്ളിലും പുറത്തും, ഇൻ ആൻഡ് ഔട്ട്, എറൗണ്ട്, നിന്നെ പൂർണ്ണമായിട്ടും അറിയാവുന്ന ഒരേ ഒരാൾ നിന്റെ കർത്താവ്. ആ കർത്താവ് തന്ന വാഗ്ദാനമാണ്, ഞാൻ നിന്റെ കൂടെ കാണും, ഇമ്മാനുവൽ. ആ യാക്കോബിന്റെ പേര് മാറ്റി നിങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ആ വചനം സ്വീകരിക്കണം. യാക്കോബേ, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഇമ്മാനുവൽ. കാലിത്തൊഴുത്തിൽ ആ വാക്കാണ് മാംസം ധരിച്ചത്. കൂടെ കാണുമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് ഈ അൾത്താരയിൽ മാംസം ധരിച്ച് നിൽക്കുന്നത് ആ വാഗ്ദാനമാണ്, ഇമ്മാനുവൽ, ദൈവം നമ്മുടെ കൂടെ. രണ്ട് കരങ്ങളും ആ ദൈവത്തിന് നേരെ നീട്ടിപ്പിടിക്കുക. നന്ദി പറയാനുള്ള സമയമാണ്. കൂടെ നടന്നല്ലോ കർത്താവേ. ഒത്തിരി ആളുകൾ ഇട്ടേച്ചു പോയിട്ടും ഒത്തിരി ആളുകൾ മാറി നിന്നിട്ടും എന്നെ കൈവിടാതെ എൻ്റെ ചേർന്ന് നിന്ന, ഞാൻ പാപിയായിരുന്നിട്ടും ഞാൻ പുറന്തള്ളി നിന്നിട്ടും ഞാൻ മാറി നിന്നിട്ടും എന്നെ കൈവിടാതെ എൻ്റെ കൂടെ നടന്നൊരു ദൈവം. യാക്കോബേ, ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്റെ കൂടെ കാണും. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ കാണും. നിന്നോട് പറഞ്ഞത് പൂർത്തിയാക്കുന്നത് വരെ, വാഗ്ദാനം പൂർത്തിയാക്കുന്നത് വരെ ഞാൻ നിന്നെ കൈവിടില്ല. അവസാനം വരെ കൂടെ കാണും. കരങ്ങൾ ഈശോയിലേക്ക് നെട്ടിപ്പിടിക്കുക. നന്ദി പറയാനുള്ള സമയമാണ്. ഈശോയെ, ജീവിതത്തിൽ എന്തൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ സ്നേഹമാണ്. എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. ഹൃദയം തുറന്ന് ശക്തമായി സ്തുതിച്ചുകൊണ്ട് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു ആരാധിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ. കൂടെ നടക്കുന്ന സ്നേഹം യേശുവേ, എന്നീശോ. കൂടെ നടക്കുന്ന സ്നേഹം എന്നീശോ. കൂടെയുണ്ടാകുമെന്നരുളിയവൻ എന്നീശോ. കൂടെയുണ്ടാകുമെന്നരുളിയവൻ എന്നീശോ. വാഗ്ദാനം ഓർക്കണമേ കർത്താവേ. കൂട്ടം പിരിഞ്ഞാലും കൂട്ടുപിരിഞ്ഞാലും ചേർത്തു പിടിക്കുന്ന ദൈവം. ആമേൻ. കൂട്ടം പിരിഞ്ഞാലും കൂട്ടുപിരിഞ്ഞാലും ചേർത്തു പിടിക്കുന്ന ദൈവം. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ചേർത്തു പിടിക്കുന്ന ദൈവം. ചേർത്ത് പിടിക്കുന്ന, നെഞ്ചോട് ഒട്ടിപ്പിടിക്കുന്ന ദൈവം. അവനോട് ചേർന്ന് നിൽക്കുക. സങ്കീർത്തനം 73-ാമത്തെ അധ്യായം അതിന്റെ 25-26 വാക്യങ്ങൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. അവൻ്റെ മുറിവുകളോട്, അവൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുക. ആ കുഞ്ഞുണ്ണീശോയെ ചേർത്ത് പിടിക്കുക. നിന്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ, ഇരുട്ടുകളിൽ നിനക്ക് പ്രകാശമാകുന്ന, വഴിതെറ്റിപ്പോകുന്ന വേളകളിൽ, എങ്ങോട്ട് തിരിയണമെന്നറിയാത്ത നിമിഷങ്ങളിൽ കൂടെ നടക്കുന്ന ദൈവം. മുൻപേ നടക്കുകയല്ല, പിറകെ നടക്കുകയല്ല, കൂടെ നടക്കുന്ന ആ സ്നേഹം. A God who is with you. കണ്ണു തുറന്നവനെ കാണുക. കൂട്ടം പിരിഞ്ഞാലും കൂട്ടുപിരിഞ്ഞാലും ചേർത്ത് നിർത്തിയിടുന്ന ആ സ്നേഹം. അവൻ നമ്മോടു കൂടെ. ഇമ്മാനുവൽ, അവൻ നമ്മോടു കൂടെ. He is with you, he is with me. നമ്മോടു കൂടെയാം ഇമ്മാനുവേൽ. യേശുവേ, അവൻ നമ്മോടു കൂടെ. യേശോ, അവൻ നമ്മോടു കൂടെ. യേശോയേ, അവൻ നമ്മോടു കൂടെയാ ഇമ്മാനുവേൽ. ദൈവം
നമ്മോട് കൂടെ. നമ്മോടു കൂടെയാം ഇമ്മാനുവേൽ. ഇരുകരങ്ങളും നെഞ്ചോടൊന്ന് ചേർത്ത് പിടിക്കാവോ? കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടേ. ആ വിശ്വാസം ഉള്ളിലേക്ക് നിറയട്ടെ. ദൈവം നമ്മോട് കൂടെ. അപ്പനുണ്ട്, അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും, കൂട്ടുകാരുണ്ട്, ബലമുണ്ട്, ബന്ധുക്കളുണ്ട്, സ്വത്തുണ്ട് എന്നൊക്കെ പറഞ്ഞാലും, മനുഷ്യൻ തകർന്നു പോകുന്ന സമയങ്ങളുണ്ട്. ആരൊക്കെ കൂടെ നിന്നാലും, ആരൊക്കെ ഉണ്ടെന്ന് അഭിമാനത്തോടെ പറഞ്ഞാലും, ആത്യന്തികമായി ഒറ്റപ്പെട്ടു പോകുന്ന സങ്കടത്തിൻ്റെ നിമിഷങ്ങൾ മാനുഷിക ജീവിതത്തിലുണ്ട്. അത് കയറിയും ഇറങ്ങിയും ഇരിക്കും. പല ഗ്രാവിറ്റികളിൽ, പല ഗ്രേഡുകളിൽ സങ്കടങ്ങൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. ഒറ്റപ്പെടലുകളുടെ തീച്ചുളയിലൂടെ, ആ തീപ്പൊള്ളലിൻ്റെ വേദനയിലൂടെ നമ്മളൊക്കെ കടന്നു പോകാറുണ്ട്. വാഗ്ദാനം ഇതാണ്: ഞാൻ കൂടെ കാണും, ഇരുട്ടിലും വേദനയിലും സങ്കടത്തിലും. യോഹന്നാൻ 16:32 ഈശോ തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറയുന്നുണ്ട്. ആ സൗഹൃദ സംഘത്തോട്, ആ കൂട്ടുകെട്ടിനോട് നോക്കി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ ഇട്ടേച്ച് പോകുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. സങ്കടത്തിൻ്റെ ഒരു നിമിഷമാണ്. കൂടെ നിൽക്കുന്നവർ മറയുക, കൂട്ടുനിന്നവര് കുത്തികാല് വെട്ടി അകന്ന് നിൽക്കുക. പക്ഷേ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈശോ പറയാണ്, ഇപ്പോൾ ഇത്രയും കാലം കൂടെ നിന്ന നിങ്ങൾ, എൻ്റെ സൗഹൃദം, എൻ്റെ ബലം, എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ ഒറ്റപ്പെടലിൽ കൂടെ നിന്ന നിങ്ങൾ എന്നെ വീണ്ടും ഒറ്റപ്പെടുത്തുന്ന സമയം വരുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. ആൻഡ് ദ ടൈം ഈസ് നൗ. പ്രിയപ്പെട്ട സൗരങ്ങളെ, ഈ ആരാധനയുടെ മണിക്കൂറിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദനയുടെ, ഒറ്റപ്പെട്ടു പോയല്ലോ, ഒറ്റുകൊടുക്കപ്പെട്ടല്ലോ എന്ന വേദനയിൽ തകർന്ന് നെഞ്ചുലഞ്ഞ് നിൽക്കുന്ന ഒരു വേദനയായിരിക്കാം നിങ്ങൾ. ഈശോയിലേക്ക് നോക്ക്. അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, യോഹന്നാൻ 16:32, ഇത് സംഭവിച്ചാലും ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. മൈ ഫാദർ ഈസ് വിത്ത് മീ. എൻ്റെ അപ്പ എന്നെ ഇട്ടേച്ച് പോവില്ല. ആ ബോധ്യം ഈശോയിൽ നിറഞ്ഞിരുന്നു. അതേ ബോധമാണ് നമ്മുടെ ഉള്ളിലേക്ക് നിറയാൻ വേണ്ടി ഈശോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനം 119:49 ദാസന് കൊടുത്ത വാഗ്ദാനം, നിനക്ക് പ്രത്യാശ നൽകുന്ന വാഗ്ദാനം, ദൈവം കൈവിടില്ല, ദൈവം കൂടെ നടക്കും. ഇമ്മാനുവൽ. യാക്കോബിന് കൊടുത്ത വാഗ്ദാനം ഒരു മനുഷ്യന്റെ അവസാന നിമിഷങ്ങളിലും ഭയത്തിന്റെ അങ്ങേ അറ്റത്തും കർത്താവ് കൊടുക്കുന്നുണ്ട്. സങ്കീർത്തനം 23:4, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. Even if I walk through the valleys of death, I shall not fear, for my God is with me. Emmanuel, ദൈവം എൻ്റെ കൂടെയുണ്ട്. ഒരു മനുഷ്യന്റെ ഒറ്റപ്പെടലിൻ്റെ, ഏകാന്തതയുടെ, ഇരുട്ടിൻ്റെ അങ്ങേ അറ്റമാണ് അയാൾ മരണത്തെ മുഖാഭിമുഖം കാണുന്ന സമയം. ആ സമയത്ത് പോലും, നിന്റെ മരണവേളയിൽ പോലും നിന്റെ കൂടെ നടക്കുന്ന ദൈവം. നീ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത്, ആരും സംസാരിക്കാനില്ലാതെ, ആരും കേൾക്കാനില്ലാത്ത സമയത്തും, കുഞ്ഞെ, നിന്നെ കേൾക്കാൻ, നിന്നോട് സംസാരിക്കാൻ, നിന്റെ നെഞ്ചോട് ചേർന്നിരിക്കാൻ യു ഹാവ് എ ഗോഡ്. ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. ഈശോ രക്ഷകൻ. ഈ ക്രിസ്തുമസ് കാലത്ത് നീ അറിയണം അവൻ്റെ സാന്നിധ്യം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലെയും അതേ അനുഭവത്തിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും, മുൾച്ചെടികൾ നിന്റെ മുമ്പിൽ വിരിക്കപ്പെട്ടാലും, പിന്നണിയിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന, മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കെട്ട കാലമുണ്ടെങ്കിലും, മുമ്പിൽ ഭയപ്പെടുത്തുന്ന ഒരു ഭാവി കാലം ഒരു ചോദ്യമായി നിൽക്കുന്നുണ്ടെങ്കിലും, പർവ്വതങ്ങൾ പോലെ, പർവ്വത സാനുക്കൾ പോലെ പ്രശ്നങ്ങളുടെ പടുകുഴിയിലേക്ക് നീ വീണു പോകുന്ന നിമിഷങ്ങളിലും കണ്ണുയർത്തി നോക്കിയാൽ കാണുന്നത് തടസ്സങ്ങൾ മാത്രം. ചെവി തുറന്നു പിടിച്ചാൽ കേൾക്കുന്നത് തടസ്സത്തിന്റെ വാർത്തകൾ മാത്രം. നെഞ്ചൊന്ന് തുറന്ന ആശ്വാസത്തിന് വേണ്ടി കേഴുമ്പോൾ കാണുന്നത് പ്രത്യാശ നഷ്ടപ്പെട്ടവരുടെ ദീനരോദനങ്ങൾ മാത്രം. അവരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന ശാപത്തിന്റെ വാക്കുകൾ മാത്രം. ഞങ്ങൾ കഷ്ടപ്പെട്ടു, ഞങ്ങൾ വേദനിച്ചു, നീയുമായി ഇരുട്ടിലേക്ക് പോകും. കർത്താവെ, ആശ്വസിപ്പിക്കാൻ ആരുമില്ല, കൂടെ നിൽക്കാൻ ആരുമില്ല. ഇരുട്ടിൻ്റെ ഈ വേളകളിൽ ഒരു തരി വെട്ടം, ഒരു മിന്നാമിനുങ്ങിൻ്റെ വെട്ടം തരാൻ ഒരാളുമില്ല. ഒരു നക്ഷത്ര തിളക്കമായിട്ട് ആരുമില്ല. നിത്യസൂര്യനായ, നിത്യപ്രകാശമായ നീ ഒഴികെ നീയുണ്ട്. യു ആർ ദേർ. എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശമായിട്ട് നീ അവിടെയുണ്ട്. ഈ പർവ്വതങ്ങൾക്ക് മുകളിൽ, ഇരമ്പിയാർക്കുന്ന തിരമാലകൾക്ക് മുകളിൽ എനിക്കൊരു ദൈവമുണ്ട്. ഹീസ് വിത്ത് മീ. തിരമാല ഉയർന്നപ്പോൾ, വഞ്ചി ആടി ഒലഞ്ഞപ്പോൾ പത്രോസിനോടും കൂട്ടുകാരോടും ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ്. പുൽത്തൊഴുത്തിൽ കിടന്ന് ആരംഭിച്ച സുവിശേഷമാണ്. ദൈവം നമ്മുടെ കൂടെ. അത് തിരമാല ഉയർന്നാലും, പർവ്വതസാനുക്കൾ നിന്റെ മുമ്പിൽ ഒരു ചോദ്യമായിട്ട് നിന്നാലും, ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിനക്കുണ്ടായാലും, ദൈവം നിന്റെ കൂടെ. മരണം വന്നാലും, ഇരുട്ട് വന്നാലും, സങ്കടം വന്നാലും എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം കൂടെയുണ്ട്. സഫാനിയ 3:16-17 നിനക്ക് വിജയം നൽകുന്ന കർത്താവ് നിന്റെ മധ്യേ ഉണ്ട്. ഏശയ്യ 41:10 ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം. മക്കളെ, ത്യാഗത്തോടെ കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടിന്മേലായിരിക്കാവും. കർത്താവ് ഈ സമയം ആശീർവാദം തരാൻ പോവാണ്. നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഒറ്റപ്പെടലുകളിലേക്ക്, നിന്റെ ഭയങ്ങളിലേക്ക്, നിന്റെ മരണവേദനകളിലേക്ക് ഈശോ ഈ സമയം അനുഗ്രഹം ചൊരിയാൻ പോവാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഡു നോട്ട് ബി അഫ്രെയ്ഡ്, ഐ ആം വിത്ത് യു. ഞാനാണ്, ഭയപ്പെടരുതെന്ന് പറഞ്ഞ കർത്താവ് ഇപ്പോൾ നിന്നെ കാണുകയാണ്. ഭയപ്പെടുത്തിയ ഒത്തിരി ആളുകളിലേക്ക് നീ നോക്കിയിട്ടുണ്ട്.
സാഹചര്യങ്ങളിലേക്ക് നോക്കിയിട്ടുണ്ട്. ഒറ്റപ്പെടുത്തിയവരിലേക്ക്, ഒറ്റുകൊടുത്തവരിലേക്ക്, കുതികാല് വെട്ടിയവരിലേക്ക് നീ നോക്കിയിട്ടുണ്ട്. ഇനി അവനെ നോക്ക്. കൂടെ നിൽക്കാന്ന് പറഞ്ഞ വാക്ക് തെറ്റിക്കാത്ത ഒരേ ഒരു ആൾ ദൈവം എമ്മാനുവൽ, നിന്റെ കൂടെ രക്ഷകൻ ഈശോ മിശിഹ. ആ ഈശോ ഇപ്പം നിന്നെ അനുഗ്രഹിക്കുകയാണ്. മുട്ടിന്മേലായിരിക്കാം, 2 കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. സർവശക്തൻ, പരിശുദ്ധൻ, കൂടെ നിൽക്കുന്ന ദൈവം, ആ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയാണ്. സ്വരമുയരണം, ഹൃദയം തുറക്കണം. വിശ്വാസത്തിന്റെ ആ തെളിച്ചം ഇപ്പോൾ കർത്താവിനെ നീ കാണിച്ചു കൊടുക്കണം. ഞാൻ വിശ്വസിക്കുകയാണ് നീ എൻ്റെ കൂടെയുണ്ടെന്ന്. എന്നെ ഒറ്റപ്പെടുത്തില്ല, എന്നെ ഒറ്റുകൊടുക്കില്ല, എന്നെ മാറ്റി നിർത്തില്ല, എന്നെ തള്ളിക്കളയാലാത്ത ഒരേ ഒരു സ്നേഹം കർത്താവെ, എൻ്റെ കൂടെ നടക്കുന്ന ആ സ്നേഹം അത് അനുഭവിച്ചറിയുക. സ്വരമുയർത്തി ഹൃദയം തുറന്ന് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കൂടെ നടക്കുന്ന സ്നേഹം എന്നീശോ, കൂടെ നടക്കുന്ന സ്നേഹം എന്നീശോ, കൂടെയുണ്ടാകുമെന്നരുളിയവൻ എന്നീശോ, കൂടെയുണ്ടാകുമെന്നരുളിയവൻ എന്നീശോ. കൂട്ടം പിരിഞ്ഞാലും കൂട്ടുപിരിഞ്ഞാലും ചേർത്തു പിടിക്കുന്ന ദൈവം, കൂട്ടം പിരിഞ്ഞാലും കൂട്ടുപിരിഞ്ഞാലും ചേർത്തു പിടിക്കുന്ന ദൈവം, ചേർത്തു പിടിക്കുന്ന ദൈവം, ചേർത്തു പിടിക്കുന്ന ദൈവം. പുൽക്കൊടിയാമൻ്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. പുൽക്കൊടിയാമെന്റെ മാനസത്തിൽ ഒരു പുൽക്കൂടു ഞാനൊരുക്കാം. ക്ഷണികമാണെന്നുടെ ജീവിതമെങ്കിലും നാഥൻ പിറക്കുമ്പോൾ പൂർണ്ണമാകും. നാഥൻ പിറക്കും